celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ടാമ്പയിൽ സീനിയർ വെൽനസ് ഫോറം ചർച്ചകൾക്ക് തുടക്കമായി. റവറന്റ് ഫാദർ ജോർജ് പൗലോസ് കോറെപ്പിസ്കോപ്പ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. മലയാളി സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മുതിർന്ന പൗരന്മാരുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായി മെയ് 4 ശനിയാഴ്ച ടാമ്പയിലെ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ ഒരു സമ്മേളനം ചേരുകയുണ്ടായി. കഴിഞ്ഞ 30 വർഷത്തിലേറെയായി ടാമ്പയിലെ സീനിയർ സിറ്റിസൺസിനോടൊപ്പം ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കറായും സാമൂഹ്യ പ്രവർത്തകനായും സേവനം അനുഷ്ഠിച്ചു പോരുന്ന റവറന്റ് ഫാദർ ജോർജ് പൗലോസ് കോറെപ്പിസ്കോപ്പ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. തന്റെ ഔദ്യോഗിക ജീവിതത്തിലും അല്ലാതെയും നേരിട്ടുള്ള അറിവുകളിലും ചില മലയാളികൾ അവരുടെ സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് പോലും വാർദ്ധക്യകാലത്ത് നേരിടേണ്ടി വരുന്ന ദുരിതങ്ങൾ, പൂർണ്ണമായ അനുഭവങ്ങൾ അദ്ദേഹം സദസ്യരോട് പങ്കുവച്ചു. സീനിയർ സിറ്റിസൺസിന് വേണ്ടി സർക്കാർ നടത്തിപ്പോരുന്ന ചില ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ വിവരണം നൽകി. വാർദ്ധക്യകാലത്തും നമ്മൾ മുടങ്ങാതെ അനുഷ്ഠിക്കേണ്ട ആരോഗ്യ പരിപാലനത്തെപ്പറ്റിയും ചില ലളിതമായ വ്യായാമ മുറകളെപ്പറ്റിയും സീനിയർ ഫിസിക്കൽ തെറാപ്പിസ്റ്റായി ദീർഘകാല പ്രവർത്തന പരിചയമുള്ള ശ്രീ KK എബ്രഹാം ഒരു ചെറിയ വിവരണം നൽകി. ശാരീരികവും മാനസികവുമായ ആരോഗ്യമുള്ള സമയത്തു തന്നെ നമ്മുടെ മരണാനന്തരം കുടുംബാംഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ മതിയായ സംവിധാനങ്ങളും രേഖകളും നിയമപരമായി തയ്യാറാക്കി വെക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി ഫൊക്കാന മുൻ പ്രസിഡന്റ് കമാൻഡർ ജോർജ് കോരുത്ത് ഓർമ്മിപ്പിച്ചു. യുവജനങ്ങൾക്കു വേണ്ടി നിരവധി ക്ഷേമ പദ്ധതികൾ തയ്യാറാക്കുന്ന മലയാളി ദേശീയ സംഘടനകൾ വർദ്ധിച്ചുവരുന്ന മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമുള്ള പദ്ധതികൾ കൂടി പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കണമെന്ന് ശ്രീ സ്റ്റീഫൻ ലൂക്കോസ് അഭ്യർത്ഥിച്ചു. വിദേശ രാജ്യങ്ങളിൽ മുതിർന്ന മലയാളികളെ സഹായിക്കുന്നതിന് അവിടെയുള്ള സംഘടനകൾ നടത്തുന്ന സേവനങ്ങളെക്കുറിച്ച് ശ്രീ എബ്രഹാം പതിയിൽ ഒരു ചെറിയ വിവരണം നൽകി. ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അവശതയും അനുഭവിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ വയോധികരുടെ വാർദ്ധക്യകാലം സന്തോഷപ്രദമാക്കാൻ എന്തു ചെയ്യുവാൻ കഴിയുമെന്ന് മറ്റ് സംഘടനകളുമായി യോജിച്ച് ആശയവിനിമയം നടത്തണമെന്ന് ഫോമ മുൻ ജനറൽ സെക്രട്ടറി ശ്രീ ഉണ്ണികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. നമ്മുടെ സമൂഹത്തിൽ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകളെ ഉൾപ്പെടുത്തി ഒരു സപ്പോർട്ട് സിസ്റ്റം അഥവാ പിന്തുണ സംവിധാനം രൂപീകരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ശ്രീ രാജു മൈലപ്ര നിർദ്ദേശിച്ചു. മലയാളി സമൂഹത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്ത് അവരുടെ അഭിപ്രായങ്ങളും ക്രിയാത്മക നിർദ്ദേശങ്ങളും നൽകി. ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനായി ശ്രീ ഉണ്ണികൃഷ്ണൻ കോർഡിനേറ്ററായി കമാൻഡർ ജോർജ് കോരുത്ത്, സ്റ്റീഫൻ ലൂക്കോസ്, എബ്രഹാം പതിയിൽ, സണ്ണി ജേക്കബ് എന്നിവർ അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. റവറന്റ് ഫാദർ ജോർജ് പൗലോസ് കോറെപ്പിസ്കോപ്പ ഉപദേശക സമിതിയിൽ തുടരും. സണ്ണി ജേക്കബ്, ടിറ്റോ ജോൺ ജേക്കബ് എന്നിവരാണ് ഈ സമ്മേളനത്തിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയത്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.